സൂറത്തുൽ വാഖിയത്തിൽ അല്ലാഹു സുബ്ഹാന ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ അഫബിഹാദൽ ഹദീഥി അൻതും മുദ്ഹിനൂൻ وتجعلون رزقكم أنكم تكذبون. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചൊല്ലി ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം. അല്ലാഹു നക്ഷത്രത്തെ അല്ലെങ്കിൽ സ്റ്റാറിന്റെ സ്ഥാനത്തെ സത്യം പിടിച്ചിട്ട് അല്ലാഹു ചൊല്ലി ഇന്നഹു ലഖുർആനുൻ കരീം. ഈ പരിശുദ്ധമായ ഈ ഗ്രന്ഥ അത് നല്ല ആദരണീയമായ ഗ്രന്ഥായിട്ടിക്കരുത്. അതെന്തും ഈ ഖുർആൻ ലൈസ ബിസിഹ്റിൻ വലാ കഹാന, ഇതെന്തും മായാജാലെന്തോ അല്ല, ഇതൊരു സിഹിറെന്തോ അല്ല. വലൈസ ബിമുഫ്തരിൻ, ഇതെന്തും കട്ടുകഥ എന്തോ അല്ല ഈ ഖുർആനിലുള്ളത്. ബൽ ഹുവ ഖുർആനുൻ കരീം, ഇത് ആദരണീയമായ ഗ്രന്ഥായിട്ടിക്കറി ഖുർആൻ ചൊല്ലത്. മഹ്മൂദുൻ, എല്ലാരെ മുട്ടയും സ്തുതിക്കപ്പെട്ട ഗ്രന്ഥം കൂടിയായിട്ടിക്കറി ഖുർആൻ. ജഅലഹുല്ലാഹു തആല മുഇസ്സത്തൻ ലിനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ത്യനാളും തോറും ബാക്കിയുള്ള ഒരു മുഇസ്സത്തും കൂടിയായിട്ടിക്കറി ഈ പരിശുദ്ധ ഖുർആൻ ചൊല്ലത്. ഇത് മുഅ്മിനീങ്ങൾക്ക് ഒരു ആദരണീയമായിട്ടിക്കറി. കാരണം എന്താ ചൊല്ലുന്നെങ്കിൽ ഇത് പടച്ചുറപ്പുടെ ഗ്രന്ഥായിട്ടിക്കര്, പടച്ചുറപ്പുടെ കലാമായിട്ടിക്കര്. അത് മാത്രല്ല, എങ്ങനത്തെ രോഗം പിടിച്ച ഹൃദയത്തും ഷിഫാവും കൂടിയായിട്ടിക്കര്. ഇത് പടച്ചുറപ്പ് കടത്തിയ ഗ്രന്ഥായ കാരണത്തിലായിട്ടിക്കര് ഈ ഖുർആന് ഇത്രയും വലിയൊരു പവർ വന്നത്. ഇത് നോക്കൊരു ഓർക്ക, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നുകൊണ്ട് പോയിട്ട് അത് കുറെ ആൾമാർ അവിടെ സ്വഹാബത്ത് തെച്ചിട്ടുള്ള ആ കൂട്ടത്തിക്ക് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നുകൊണ്ട് പോയിട്ട്, എന്നിട്ട് പോയിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനത്തേക്ക് എടുത്ത് അയ്യക്കും യുഖ്ബിറുനി ബിഅളമി ആയത്തിൻ ഫിൽ ഖുർആൻ വഅദലിഹാ വഅഖ്വഫിഹാ വഅർജാഹാ. നക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നക്കൊരു ഡൗട്ട് ഉണ്ട്. ആരെങ്കിലും ആ ഡൗട്ട് ഒന്ന് തീർത്തന്നിട്ടുണ്ടെങ്കിൽ ഈ ആ ഡൗട്ട് തീർക്കട്ടെ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉള്ളാരാച്ചൊന്നിക്കെടുത്ത് എന്തിനാ ചെന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനില് ഏറ്റവും പവറുള്ള ആയത്തേത് ചൊന്നിനക്കൊന്ന് ചൊന്തറും. ഏറ്റവും പവറുള്ള ആയത്ത്, ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഒന്നും. അതേപോലെ ഏറ്റവും നീതി പഠിപ്പാട്ട ആയത്തേത് ചൊന്നിനക്ക് പഠിപ്പാടി തരണം, നക്ക് ചൊന്തറും. അതേപോലെ ഖുർആനിൽ ഏറ്റവും പേടിക്കപ്പെട്ട ആയത്തേത് ചൊന്നിട്ടും ചൊല്ലണു. അതേപോലെ മനുഷ്യക്ക് ഒരു സന്തോഷാവും പോലത്തെ, മനസ്സിക്ക് ഒരു തൃപ്തിയാവും പോലത്തെ, അള്ളാഹുട്ടിക വലിയൊരു പിർസ വരും പോലത്തെ ആയത്തേത് ചൊന്നിട്ടു കാട്ടിത്തരണു ചൊന്നിട്ടു. നിങ്ങളിൽ ആരെങ്കിലും മുൻതുല്ലങ്ങ ചൊന്തറു ചൊന്നിട്ട് ആയിട്ടിക്കര് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടെ. ഒന്നു ഖുർആനിൽ ഏറ്റവും പവറുള്ള ആയത്ത്, രണ്ടാമത്തത് ഖുർആനിൽ ഏറ്റവും നീതി പഠിപ്പാട്ട ആയത്ത്, മൂന്നാമത്തത് ഖുർആനിൽ ഏറ്റവും പേടിക്കപ്പെട്ട ആയത്ത്. ആയത്ത് കേട്ട സാധക്ക് മനുഷ്യരുടെ കൽബ് പേടി പറഞ്ഞു, അങ്ങനത്തെ ആയത്ത്. നാലാമത്തത് അള്ളാഹുരട്ടിക വലിയ ആഗ്രഹം പറഞ്ഞു, വലിയ പിർസം പറഞ്ഞു, അങ്ങനത്തെ ആയത്ത്. ഈ 4 ആയത്ത് നക്ക് ഖുർആനിൽ ആരെങ്കിലും അത് ഗൊത്തുണ്ടാകുന്നത് എടുത്തു. അപ്പൊ നോക്കുമ്പോ കൗം, അവിടെയുള്ള ആൾമാരെല്ലാരും അപ്പുറപ്പുറം മുഖം നോക്കിയാറല്ലാണ്ട് ആരും ആൻസർ ചൊന്നില്ല. അപ്പ ആ കൂട്ടത്തിലുള്ള മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇൻസിനിട്ട് ചൊല്ലുന്നു, നക്കൊന്തുണ്ട് ചൊല്ലുന്നു. ഖുർആനിലുള്ള ഈ 4 ആയത്തും നക്കൊന്തുണ്ട് ചൊല്ലുന്നു. എങ്ങനെ കൊന്തുണ്ടു? സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി തങ്ങൾ ചൊല്ലുന്നതാണ് കേട്ടത്. നക്കൊന്തുള്ളു ചൊല്ലുന്ന എന്റെ സ്വന്തം ഇഷ്ടത്തിലുള്ള ചൊല്ലല്ല, നബി തങ്ങൾ ചൊല്ലുന്നതാണ് കേട്ടത്. എന്തിനാ ചൊല്ലുന്നെങ്കിൽ ഖുർആനിൽ ഏറ്റവും പവറുള്ള ആയത്തെ ചൊന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ബഖറ സൂറത്തിലെ
255 ആയത്ത് ചെന്നിട്ടു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. ബഖറ സൂറത്തിലെ 255 ആയത്ത് ഏത് കൊണ്ടുണ്ട്? 255 ആയത്ത് മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്താക്കട്ടെ. ആയത്തുൽ കുർസി ആയിട്ട് ഖുർആനിൽ വെച്ചിട്ട് ഏറ്റവും പവറുള്ള ആയത്ത് ആയത്തുൽ കുർസി ആയിട്ട് നിങ്ങൾ ആയത്തുൽ കുർസി അല്ലേ ചൊല്ലിട്ടോറി ഒരു ശരിയായിട്ട് നിങ്ങൾ കാണുക അല്ല, യഥാർത്ഥത്തിൽ ഏറ്റവും പവറുള്ള ആയത്തായിട്ട് ആയത്തുൽ കുർസി ചൊന്നിട്ടു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിന്റെ ചൊന്തു നക്ക് നബിതങ്ങായിട്ട് ചൊന്തന്നരെ ചൊന്തു നക്ക് നബിതങ്ങായിട്ട് ചൊന്തന്നരെ. കാരണം ആയത്തുൽ കുർസി പുറത്ത ഓതിയുണ്ടായെങ്കിൽ അത് അവനക്ക് ഔത്തുക്ക് വലിയ കാവലു ചൊന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിട്ട് വലിയൊരു കാവലായിട്ട് ആയത്തുൽ കുർസി ചെറിയ പവർ എന്തല്ല സ്വന്തം മഹത്വല്ലേ ഒരു ആയത്തും കൂടി ആയിട്ട് ആയത്തുൽ കുർസി ചൊല്ലുന്നത്. അപ്പൊ ഖുർആനിൽ ഏറ്റവും പവറുള്ള ആയത്തായിട്ട് ആയത്തുൽ കുർസി. പിന്നെ രണ്ടാമത്തേതിരെ ഖുർആനിൽ ഏറ്റവും നീതി വഴിപാട്ട ആയത്തേത് ചൊന്നു കേട്ടത്തില് അതില് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു ഖുർആനിൽ ഏറ്റവും നീതി വഴിപാട്ട ആയത്തേത് ചൊന്നുണ്ടെങ്കിൽ സൂറത്തുൽ നഹ്ലിലെ 90-ാമത്തെ ആയത്തായിട്ട് ഏത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗ്യി യഅദുകും ലഅല്ലകും തദക്കറൂൻ ചൊല്ലേ ഈ ആയത്തായിട്ട്. ഇത് സാധാരണ നിങ്ങൾ കേൾക്കണ എപ്പോ കൊണ്ടുണ്ടാ എപ്പാ ഖുതുബത്തെ ലാസ്റ്റിൽ കേൾക്കണ ഒരു ആയത്തായിട്ട് ആയത്ത് എല്ലാ വെള്ളിയാഴ്ച ഖുതുബത്തെ ലാസ്റ്റിൽ കേൾക്കണ ആയത്തായിട്ട് ആയത്ത്. ഈ ആയത്ത് ഓതുന്നു വഴിപാട്ടിയാളായിട്ട് മഹാനായ 5ാമത്തെ ഖലീഫ ചെന്നിട്ട് അറിയപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചൊന്നു എല്ലാ ഖുതുബത്തെ ലാസ്റ്റിലും ഈ ആയത്ത് ഓതുന്നു ചൊന്നിട്ടായിട്ട്. അങ്ങനെ ആയിട്ട് രണ്ടും ഇണ്ടും എല്ലാ മൊത്തത്തിലും ഈ ആയത്ത് ഖുതുബത്തെ ലാസ്റ്റിൽ ഓതുറാണ്. നീതിയുടെ വഴിപാട്ട ആയത്തായിട്ട് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ പടച്ചറമ്പു നീതിയുടെ വഴിപാട്ട നീതിയുടെ വഴിപാട്ട നീതി മാത്രമേ ആവില്ല. നീതി ചെന്നുണ്ടെങ്കിൽ പിന്നെ 50 രൂപ നക്കും കിട്ടണോ അവണവും കിട്ടണോ സമാസമായിട്ട് നീതി ചെന്ന അതായിട്ട് അത് മാത്രമേ ആവില്ല. ഒരു ഇഹ്സാൻ പിന്നൊരുത്തക്ക് ഉപകാരം ചെയ്യണം. ഇങ്ങനെ പഠിപ്പാട്ട ഒരു ആയത്തായിട്ട് ഈ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി ചൊല്ലേ സൂറത്തുൽ നഹ്ലിലെ 90-ാമത്തെ ആയത്ത് ചൊന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നീതിയുടെ വഴിപാട്ട ആയത്ത്. അത് വലിയവനും ശരിയാവണ്ടെന്നും ഇല്ല, എല്ലാവർക്കും നീതി പോലെ വിധിക്കണം ചൊന്നിട്ട് വഴിപാട്ട ഒരു ആയത്തായിട്ട് ആയത്ത്. പിന്നെ ഖുർആനിൽ ഏറ്റവും പേടിക്കപ്പെട്ട ആയത്ത് ഏതുകൊണ്ടുണ്ടാകും? ഏറ്റവും പേടിക്കപ്പെട്ട ആയത്ത് സൂറത്തു സിൽസില അല്ലെങ്കിൽ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ ചൊല്ലേ ആ സൂറത്തുള്ള 7-ാമത്തെ ആയത്തായിട്ട്. അതെന്തുകൊണ്ടുണ്ടാ فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره ചൊല്ലേ ഈ ആയത്തായിട്ട് ഖുർആനിൽ ഏറ്റവും പേടിക്കപ്പെട്ട ആയത്ത് ചെന്നിട്ടായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിന്റെ ചൊന്നു. എന്തിനാ അതിന് അർത്ഥം തരുന്നുണ്ടാ ഫമൻ യഅ്മൽ മിസ്ഖാല ദർറ ഒരു മനുഷ്യ ഒരു അണുടെത്തര മാത്രം ഒരു നല്ല കാര്യമാക്കേണ്ടെങ്കിൽ അതിനെ അവന് കാണാണ്ട് പോവല ചെന്നിട്ടായിട്ട് ഒരു ചെറിയൊരു നല്ല സ്വറാക്കിയ എന്നിട്ടെങ്കിൽ അതിന് പ്രതിഫലം അവന് കിട്ടാണ്ട് പോവല, അതിന് കൂലി അവന് കിട്ടാണ്ട് പോവല. അതേ സന്ദർഭത്തില ഒരുത്ത മാത്രം ഒരു അണുടെത്തര ഒരു ബെടക്ക് മാത്രം ആക്കേണ്ടെങ്കിൽ അതിനെ നഷ്ടഫലം അവന് അനുഭവിക്കാണ്ട് പോവല ചെന്നിട്ട് ഈ ഒരു ആയത്തായിട്ട് ഖുർആനിൽ ഏറ്റവും പേടിക്കപ്പെടേണ്ട ആയത്ത് ചെന്നിട്ടായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലേ. ഞങ്ങ എത്ര ചെറിയ നല്ല കാര്യമാക്കേണ്ടെങ്കിലും അള്ളാഹു അതിന് പ്രതിഫലം തരാണ്ടിക്കില്ല, അതിന് കൂലി തരാണ്ടിക്കില്ല. കൂലി അള്ളാഹു തണ്ടമേ ഇണ്ടിപ്പാ ഞങ്ങൾ എല്ലാവരും എല്ലാ നാളും നിങ്ങ ഇമാം ജമാഅത്ത് സുബൈക്കേ വേണ്ടാറ് വലിയ കൂലിയുള്ള ഒരു സ്വറായിട്ടിക്കർ അള്ളാഹു താല മരിക്കുന്ന ആളത്തോളം ഇമാമ ജമാഅത്തോട് കൂടെ നിസ്കരിക്കുന്നത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ചെറിയൊരു അമല് നങ്ങാക്കേണ്ടെങ്കിലും പടച്ച റബ്ബിനെ കൂലി തരാണ്ട് പോകാല ചൊന്നിട്ടായിട്ട് ഖുർആൻ വഴിപാട്ടി. എന്നിട്ട് മാത്രമല്ല അള്ളാഹു ചൊന്നേ ഒരു ചെറിയ തപ്പു പോവാ അതിനാക്കിയേ അതിന് ഫലം അനുഭവിക്കാണ്ട് പോകാല ചൊന്നിട്ടായിട്ട് അതിന് നഷ്ടഫല അനുഭവിക്കാണ്ടിക്കല ചൊന്നിട്ടായിട്ട് പരിശുദ്ധ ഖുർആൻ വഴിപാട്ടി. ഇത് ഖുർആനിൽ ഏറ്റവും പേടിക്കപ്പെടേണ്ട ആയത്ത് ചൊന്നിട്ടായിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊന്നു നക്ക് നബി തങ്ങ പഠിപ്പാട്ടി അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊന്നു. എന്നിട്ട് മാത്രമല്ല ഇനി ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് അള്ളാഹു പ്രതീക്ഷ ഉള്ള ഒരു ആയത്തിന്റെ ഉണ്ടായെങ്കിൽ അത് സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്തായിട്ട് 53-ാമത്തെ ആയത്ത്
ആയത്തിന് കൊണ്ടുണ്ടാ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഈ ആയത്തിനെ കുറിച്ചിട്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്, ഞാൻ ഖുർആന്റെ ഫസ്റ്റ് പിടിച്ചിട്ട് ലാസ്റ്റ് നോക്കിട്ടാമത്തുക എനിക്ക് ഏറ്റവും സന്തോലമായ ഒരു ആയത്തിന്റെ ഉണ്ടായെങ്കിൽ അത് ഈ ആയത്തിൽ ചെന്നിട്ടായിട്ട്, ഏറ്റവും വിശാലമായ ഒരു ആയത്തായിട്ട് ഈ ആയത്തിൽ ചെന്നിട്ടു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്തിനാ ഈ ആയത്തിൽ അല്ലാഹു ചൊല്ലുന്നുണ്ടാ? ഏറ്റവും മനുഷ്യർ ഒരു ആഗ്രഹിക്കുന്ന ഒരു ആയത്ത്. ഖുൽ നബിയെ തങ്ങൾ ചൊല്ലു യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തപ്പാക്കിയ ആൾമാർ നബിയെ അങ്ങലട്ടി ചൊല്ലോറും ചൊമ്മ തപ്പാക്കിയാറ് തപ്പാക്കിയ ആൾമാരായിട്ട് അങ്ങലട്ടി ചൊല്ലോറും ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ ആശമുറിയണ്ട. എത്ര നീ തപ്പാക്കേണ്ടെങ്കിലും റബ്ബു വലിയ കാരുണ്യമുള്ളവനായിട്ടിക്കറ, വലിയ കിർപ്പുള്ളവനായിട്ടിക്കറ. ആ റബ്ബുടെ റഹ്മത്തിനെ നീ ആശമുറിയണ്ട ചൊന്നിട്ടായിട്ടിക്കറ്. ഞാൻ ഇത്ര തപ്പാക്കിയല്ലേ നന്റെ ദോഷത്തെ അള്ളാഹു മാപ്പാക്കുവാനാ, നാനാക്കി തപ്പട അള്ളാഹു മാപ്പാക്കുവാനാ ചൊന്നിട്ടു. ഇല്ല, അള്ളാഹുടെ റഹ്മത്തിന് നീ ആശമുറിയണ്ട, ഞാൻ വലിയ കാരുണ്യമുള്ളവന് ചൊന്നിട്ടായിട്ടിക്കറ. പടച്ചറപ്പ് ഞങ്ങളെ ടീച്ചറുണ്ട്, വലിയ കാരുണ്യമുള്ളവനായിട്ടിക്കറ നാനും. എന്നിട്ട് അള്ളാഹു ചൊല്ലേ ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, നിങ്ങൾ എല്ലാ തപ്പടയും അള്ളാഹു മാപ്പാക്കണം, എല്ലാ ദോഷത്തിനും അള്ളാഹു മാപ്പണ്ട. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, പടച്ചറബ്ബു വലിയ മാപ്പാക്കണവനും ചൊമ്മ കീർപ്പ ചെയ്യണവനായിട്ടിക്കറാ ചൊല്ലേ. ഈ ഒരു ആയത്തായിട്ടിക്കര് ഒരു മനുഷ്യക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് ചൊന്നിട്ടായിട്ടിക്കര് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലേ. എത്ര ഒരു മനുഷ്യ തപ്പാക്കേണ്ടെങ്കിലും ഇരുന്നാണ് ഹലാക്കായി പോയ ആ തപ്പാക്കിയല്ല ഇങ്ങനെ പോട്ടു ചൊല്ലേ. ആ ഒരു നീയത്ത് പൊട്ടിട്ടു അല്ല തപ്പാക്കിയ സബലു അള്ളാഹു നക്ക് മാപ്പാക്കാണ്ടിക്കല, നന്റെ തപ്പട അള്ളാഹു മാപ്പാക്കട. നക്ക് എന്തോ ഒരു നിമിഷത്തില് അങ്ങനത്തെ ഒരു തപ്പ് വന്നു പോയിട്ട് ആയെങ്കിലാ പടച്ചുറപ്പ് ഞങ്ങളെ സ്വന്തരന്തിരെ തപ്പ് വന്ന നീ മാഫ് കേട്ടുക. കാരണം എന്തേ നന്റെ റഹ്മത്ത് ഭയങ്കര വിശാലമായിട്ടിക്കറ്. നന്റെ റഹ്മത്തിന് തൊട്ട് നീ ആശമുറിയണ്ട, നാനിക്ക് കാരുണ്യം ചെയ്തവരുടെ വിഷയത്തില് നീ എന്തും ആശമുറിയണ്ട ചൊന്നിട്ടായിട്ടിക്കറ്. പടച്ചുറമ്പു ഞങ്ങളിട്ടിക്ക ഏറ്റവും പ്രതീക്ഷിക്കുന്നില്ലേ ഒരു ആയത്തായിട്ടിക്കറ്. അള്ളാഹു ഞങ്ങളിട്ടിയ ഖുർആനിൽ ചൊന്ന ആയത്ത് ചൊന്നിട്ടും മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്ന സംഭവം മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ സംഭവം പഠിപ്പാട്ടി കൊടുത്തത്. അങ്ങനെ ഖുർആൻ വലിയ കാരുണ്യത്തെ പഠിപ്പാട്ടി ഗ്രന്ഥം കൂടിയായിട്ട് ഞങ്ങൾക്ക്. അപ്പൊ ആയത് കൊണ്ടിട്ടു ഇത്രയും നല്ല ഒരു 4 ആയത്തായിട്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടാകും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊടുത്ത ആൻസർ അതായിട്ട് ഖുർആൻ ചൊല്ലേ ഇന്നഹു ലഖുർആനുൻ കരീം. ഈ പടച്ചറബുടെ ഗ്രന്ഥ ചൊല്ലത് ഖുർആനുൻ കരീം, ആദരണീയമായ ഗ്രന്ഥായിട്ടിക്കര്, ബഹുമാനിക്കപ്പെടേണ്ട ഗ്രന്ഥായിട്ടിക്കര്. ഇതൊന്നും പൊട്ടീസല്ല, ലാട്ടിപ്പൊട്ടെന്തോ അല്ല. ഇത് ഏറ്റവും ഒരു മുസ്ലിമായ മനുഷ്യരുടെ ഒരു സിലബസ് ചൊന്നിട്ടായിട്ടിക്കര് ഞങ്ങളിട്ടിക്ക് ഖുർആൻ പഠിപ്പാട്ടിത്ത്. ഇൻഷാ അല്ലാഹ് ഈ ഖുർആന്റെ മുതലായിട്ടിക്കര് എല്ലാ സയന്റിസ്റ്റുമാരും പോലും എല്ലാ ബുദ്ധിജീവികൾ പോലും അങ്ങനെ മുട്ടുമടക്കിയതും ഈ പരിശുദ്ധമായ ഖുർആന്റെ മുന്നൂറ് ചൊന്നിട്ടായിട്ടിക്കര് ഞങ്ങളെ മുന്നൂറ് കാണുക സാധ്യ. അവിടെ ഒന്ന് രണ്ട് ഉദാഹരണം ഇൻഷാ അല്ലാഹ് നാളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആന്റെ ചൊമ്മ പിർസമയിക്കൊടുക്കും, ചൊമ്മ ഖുർആൻ ഓതുനും പടച്ചറബെ ആ ഖുർആന്റെ പിർസമിച്ച കാരണത്തിലും അതിലെ ഓതുര കാരണത്തിലും അതിലെ ബഹുമാനിക്കുന്ന കാരണത്തിലും 4 ആഖിറത്തിലും പടച്ചറബെ ആ ഖുർആൻ 4 അമ്പിയാക്കന്മാരെ പോലെ ശിഫാറസ് പറമ്പത്തുകും. അള്ളാഹുവെ ഞങ്ങളെ ഞങ്ങൾ പിർസമിച്ച ഈ ഖുർആൻ ഞങ്ങളെ സ്വർഗത്ത് കടത്തുന്ന ഒരു ഗ്രന്ഥാക്കി തീർക്കുന്ന റഹ്മാനെ, ഞങ്ങളെയും ഞങ്ങളെ കൂട്ടുകുടുംബത്തെയും ഉമ്മബാപ്പന്മാരെ അടക്കം എല്ലാരെയും മുട്ടികമേ പടച്ചറബെ സ്വർഗത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകും. ഈ ഗ്രന്ഥം ഒരു കാരണമാക്കി തീർക്കുന്ന റഹ്മാനെ, ഇതിലെ എല്ലാം അർത്ഥം പഠിച്ചിട്ട് അത് കാരണത്തില് റബ്ബുടെ ചൊമ്മ പിർസാക്കൊണ്ടുള്ള കൽബ് അള്ളാഹു ഞങ്ങൾ എല്ലാവർക്കും നീ അനുഗ്രഹിക്കുന്ന റഹ്മാനെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.